gon' let me wonder. I'm gon' let me wonder. അങ്ങനെ 2022 ഏറ്റവും ആദ്യത്തെ ആപ്പിൾ ഇവന്റ് മാർച്ച് 8 കൺഫേംഡ് ആണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയണ്ടേ? ദിസ് ഈസ് Abin Xavier. വെൽക്കം ബാക്ക് ടു എവറിത്തിങ് യു വാണ്ട് നോ അബൌട്ട് ആപ്പിൾ. അപ്പോൾ തുടക്കം തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ആപ്പിളിനെ പറ്റി അറിയാനും ലീക്സും റൂമേഴ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും അവിടെ തന്നെ സംസാരിക്കാൻ പറ്റും. ആ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ മെമ്പറായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഈ ഒരു ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻവിറ്റേഷൻ. ഈ ഒരു ഇൻവിറ്റേഷൻ പോലും പല വിധമായിട്ട് ഫേക്ക് ചെയ്ത് പല ഇൻവിറ്റേഷൻസ് ആയിട്ട് നമുക്കിപ്പോൾ പല വെബ്സൈറ്റിലും അതേപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും കറക്റ്റല്ല. ആ ഒരു ഇവൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ ഇതേപോലെ ഒഫീഷ്യലായിട്ടും കറക്റ്റായിട്ടുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേക്ക് ഇൻവിറ്റേഷൻസ് ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഐഫോണിൽ ആ ഒരു ഡേറ്റിൽ നമുക്ക് ഈ ഒരു ഇവൻറ്റിൻ്റെ കറക്റ്റ് ടൈം സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ ലൈനപ്പ് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് iPhone SE 3rd ജനറേഷൻ, പിന്നെ നോക്കുന്നത് iPad Air, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാക് മിനി, ഏറ്റവും അവസാനം വരുന്നതാണ് പ്രൊഡക്ഷനിൽ ഏറ്റവും അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഒരു മാക്ബുക്ക് എയർ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് iOSൻ്റെ 15.4 ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് മാർച്ച് 9 കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തുടക്കത്തെ iPhone SEയുടെ 3rd ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ഈ കാലഘട്ടത്തിൽ ടച്ച് ഐ ഡി വെച്ചിട്ടുള്ള ഡിവൈസ് വാങ്ങിക്കാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് കുറച്ച് കാര്യമല്ലേന്ന് തോന്നി. കാരണം ഇപ്പോൾ ഒരു ആപ്പിൾ മെമ്പർ ആവണം അല്ലെങ്കിൽ ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ കയറണം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും ആദ്യത്തെ അജണ്ട ഒരു ഐഫോൺ വാങ്ങിക്കണമെന്നായിരിക്കും. അപ്പോൾ ഐഫോൺ വാങ്ങിക്കുമ്പോൾ ഏറ്റവും മോസ്റ്റ് പവർഫുള്ളായ A15 ബയോണിക് ചിപ്പും പിന്നെ 5Gയും വരുന്ന എന്നാൽ അധികം വിലയില്ലാത്ത iPhone SE എന്തുകൊണ്ട് അവർക്ക് ചൂസ് ചെയ്തുകൂടാ എന്നവർ ചിന്തിക്കും. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ആപ്പിൾ ഇപ്പോഴും iPhone SE എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ എടുക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ GST, VAT, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ഡിവൈസിന് ഇത്രമാത്രം പ്രൈസ് വരുന്നത്. പക്ഷേ ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സെയിൽസ് വരുമ്പോൾ ഈ ഒരു ഡിവൈസ് എടുക്കാൻ വേണ്ടി മാത്രം കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ കയറണം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് iPhone SE 3rd ജനറേഷൻ എന്തുകൊണ്ടും നല്ലൊരു പ്രിഫറൻസ് ആയിരിക്കും. ഈ ഒരു കാര്യം എൻ്റെ മാത്രമാണ്. ഒരു ഡിവൈസ് ഏതാണ് എടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ iPad Air. iPad Air കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും സ്ലീക്കും സ്ലിമ്മുമായിട്ടുള്ള ബെസൽസ് ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. പല കളർ വെറൈറ്റീസിൽ വരും എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് മാക് മിനി. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ മാക് മിനിനെ അപേക്ഷിച്ച് സൂപ്പർ പവർഫുള്ളായിരിക്കും ഈ ഇറങ്ങാൻ പോകുന്ന മാക് മിനി. കാരണം M1 മാക്സും M1 പ്രോയും എന്ന് പറഞ്ഞ ചിപ്സെറ്റ്സ് ആയിരിക്കും നമ്മുടെ ഈ മാക് മിനിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെയുള്ള M1 സിൽക്കൺ ചിപ്പിനെക്കാട്ടും ഫാർ ബെറ്റർ ആയിരിക്കും ഈ പറഞ്ഞ 2 ചിപ്സെറ്റും. നിങ്ങളൊരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് നിങ്ങൾക്കൊരു മാക് സെറ്റപ്പ് വേണമെന്നാണെങ്കിൽ മാക് മിനി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ. പിന്നീട് നമ്മൾ എല്ലാതും കരുതുന്നത് ഒരു മാക്ബുക്ക് എയർ. കഴിഞ്ഞൊരു ഇവൻറ്റിൽ, അതായത് ഇതിന് മുമ്പുണ്ട ഇവൻറ്റിൽ മാക്ബുക്ക് പ്രോയും iMac ഇറങ്ങി, മാക്ബുക്ക് എയർ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ നമുക്കൊരു മാക്ബുക്ക് എയർ പ്രതീക്ഷിക്കാം. ഇത് ഒരു പ്രതീക്ഷ മാത്രമാണ്, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് ഇനി പറയാൻ പോകുന്നത് എൻ്റെ മാത്രം പ്രഡിക്ഷൻസ് ആണ്. ഈ ഒരു ആപ്പിൾ ഇൻവിറ്റേഷൻ ലോഗോയിൽ പല കളറുകൾ കൊടുത്തിട്ടുണ്ട്.
ആ ഒരു കളറുകൾ ചിലപ്പോൾ റെഫർ ചെയ്യുന്നത് ഐഫോൺ SE 3ൻ്റെ കളറോ അല്ലെങ്കിൽ മാക്ബുക്ക് എയറോ ഐപാഡോ ഇതിൽ ഏതെങ്കിലും വരാൻ പോകുന്ന പുതിയ കളറോ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസോ ആവാം. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ iOS 15.4ൻ്റെ എൻറോൾമെൻറ്റിനെ പറ്റി പറയാം. iOS 15 എന്ന് പറയുന്ന ആ ഒരു OSലെ ഏറ്റവും പീക്കായിട്ടും ഏറ്റവും അടിപൊളിയായിട്ടുള്ള OS ആണ് iOS 15.4 വരാൻ പോകുന്നത്. കാരണം ഫേസ് ID വിത്ത് മാസ്ക്, 37 ഡെഡിക്കേറ്റഡ് ഇമോജി, പിന്നെ NFC ഉപയോഗിച്ച് നമ്മുടെ ആപ്പിൾ ഫോണുകളിൽ കാർഡും നമുക്ക് ആപ്പിൾ ഫോണും കൂടെ വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ഫീച്ചർ ആദ്യം വരുന്നത് അമേരിക്കയിലായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ എത്തുമ്പോൾ 1-2 കൊല്ലമൊക്കെ എടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം iOS 15.4ൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻറോൾമെൻറ്റും അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് മാർച്ച് 9 നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ആ ദിവസം തന്നെ ഇറങ്ങട്ടെ എന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് മാർച്ച് 8 വരുന്ന ആപ്പിൾ ഇവൻറ്റിൻ്റെ ഏറ്റവും പുതിയ ഇൻഫോർമേഷൻസ്, പീക്ക് പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ എല്ലാ ആപ്പിൾ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ മെമ്പർ ആവുക. അതിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്നോട് പേഴ്സണലി ചോദിക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. ദിസ് ഈസ് യുവർ Abin Xavier signing from everything you want to know about Apple.